അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ചീസ് ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ. യല്ല, ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, 6 മുട്ട എടുത്തിട്ടുണ്ട്. 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, 300 ഗ്രാം പഞ്ചസാര. 140 ml കപ്പിന് പാലെടുത്തിട്ടുണ്ട്. 15 ഗ്രാം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 10 ഗ്രാം വനീല പൗഡർ എടുത്തിട്ടുണ്ട്. 140 ഗ്രാം ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം അടിച്ചെല്ലാം കൂടി ഒരു ട്രേയിലോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ ബ്ലൂബെറി ചീസ് ടോപ്പിംഗ് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് കേക്ക് അടിച്ച് ഈ ട്രേയിലോട്ട് ഒഴിക്കാം. ഞാൻ ഇതേമാതിരി ഒരു ട്രേ എടുത്ത് അതിലോട്ടൊരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. നമുക്കെങ്കിൽ ആദ്യം കേക്കൊന്ന് അടിക്കാൻ റെഡിയാവാമല്ലോ. യല്ല, മുട്ട അതിലോട്ട് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം മെഷീനകത്തോട്ട്. ഞാൻ മുട്ട ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഈ മെഷീനകത്തോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ മെഷീനകത്തോട്ട് മുട്ട ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ച് ക്രീമാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് അടിച്ച് ക്രീമാക്കി എടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലപോലെ ഒന്ന് ക്രീമായി വരട്ടെ. ഇപ്പം നല്ലതുപോലെ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ക്രീമായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് ഈ 140 ml പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത് ഇതിപ്പോൾ എല്ലാം അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് സ്പീഡ് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മാവും കൂടെ അതിലോട്ട് കുറച്ചിട്ട് കൊടുക്കാം. 400 ഗ്രാം മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 400 ഗ്രാം മാവും ബേക്കിംഗ് പൗഡറും പിന്നെ വനീല പൗഡറും കൂടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് കുറച്ച് ഈ മെഷീനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ മാവും ഇതിലോട്ട് കുറച്ച് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പീഡ് കുറച്ച് വെച്ചിട്ടേ ചെയ്യാവൂ. ഓവർ സ്പീഡ് വെച്ച് ചെയ്യരുത്. ചെറിയ ഒരേ സ്പൂണ് വീതം കോരി ഇട്ട് കൊടുത്താൽ മതി. ഇതാ ബാറ്റർ കൂടെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തെടുക്കാം. എല്ലാം കൂടെ ക്ലിയർ ബാറ്റർ അടിച്ച് വന്നിട്ടുണ്ട്. ഇതാ നമുക്കിനി ഈ ട്രേയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ. ഇത് നോക്ക്. ഇനി ഇതിൻ്റെ മുകളിലിടാൻ ഒരു ടോപ്പിങ് ചെയ്യാം. കേക്ക് അടിച്ച് നമ്മൾ മാവ് അടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ടോപ്പിംഗ് ഇടാനായിട്ട് ആവശ്യമുള്ള സാധനമാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇതേമാതിരി ഒരു 200 ഗ്രാം ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ബ്ലൂബെറി. ഒരു 10 ഗ്രാം കോൺ പൗഡർ എടുത്തിട്ടുണ്ട്, നിഷ. ഇതാ നോക്കൂ, 30 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ നോക്കൂ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫിലാഡൽഫിയ ചീസ് 250 ഗ്രാമാണ്. ഇതാ നോക്കൂ, ഫിലാഡൽഫിയ ചീസാണ്. ക്രീം ചീസ് ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം. നോക്കൂ, പഞ്ചസാരയും മുട്ടയും കൂടെ നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ. പഞ്ചസാരയും മുട്ടയും കൂടെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. നോക്കൂ. ഇനി അതിനകത്തോട്ട് ഈ കോൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം.
10 ഗ്രാമാണ് കോൺ പൗഡർ. ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാനാണ് കോൺ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത്. നോക്കൂ, മുട്ട, കോൺ പൗഡർ, പഞ്ചസാര. ഇനി അടുത്ത അതിലോട്ട് ഈ ക്രീം ചീസ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ക്രീം ചീസ് ഇതേമാതിരി മുട്ട, ക്രീം ചീസ്, കോൺ പൗഡർ, 30 ഗ്രാം പഞ്ചസാര എല്ലാം കൂടി ഇട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നോക്കൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് അടിച്ച് ട്രേയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബ്ലൂബെറി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ കേക്കിൻ്റെ മുകളിലോട്ട് ബ്ലൂബെറി നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കാണി, നമുക്ക് ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാഷാല്ലാ, ബ്ലൂബെറി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാണാമല്ലോ നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കഴിക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അടുത്ത നോക്കിക്കോളീ സഹോദരങ്ങളെ. ഈ ചീസ് ഇത് അവിടെ ആയിട്ട് നോക്കിക്കാണി. ഇതിവിടെ അവിടെ ആയിട്ട് ഈ ചീസ് ഇങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേക്കിൻ്റെ മുകളിലോട്ട്. നോക്കൂ.